നമസ്കാരം. സനാതനധർമ്മ സംഹിതയിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് ആദ്യമായി വിനീതമായി അപേക്ഷിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്ന ഭാഗം സൂതശൗനക സംവാദം എന്ന ഭാഗമാണ്. നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ ശൗനകാദി ഋഷികൾ സൂതനോട് ചോദിക്കുന്ന 5 ചോദ്യങ്ങളും അതിന് സൂതൻ നൽകുന്ന മറുപടിയുമാണ് സൂതശൗനക സംവാദം. ഏതെല്ലാമാണ് ആ ചോദ്യങ്ങൾ? ആദ്യത്തെ ശ്ലോകം, ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഈ ശ്ലോകങ്ങളെ കുറിച്ചിടുന്നത് നന്നായിരിക്കും. എത്ര ശ്ലോകങ്ങളാണ്, അതിൻ്റെ ഉത്തരം എന്താണെന്നൊക്കെ വ്യക്തമായി പിന്നീട് നമുക്ക് നോക്കണമെങ്കിൽ സഹായമാവാൻ ഈ കാര്യമൊക്കെ അങ്ങനെ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകവും 11-ാമത്തെ ശ്ലോകവും കൂടിയാണ് ആദ്യത്തെ ചോദ്യം. ഒരു ശ്ലോകത്തിൽ പറയണു, അടുത്ത ശ്ലോകത്തിൽ റിപ്പീറ്റ് ചെയ്യണു. തത്ര തത്ര അഞ്ജസ ആയുഷ്മൻ ഭവത യദ്നി നിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയ തന്നെ ശംസിതുമർഹസി. ഏകാന്തമായ ശ്രേയസ് ആ വാക്കിൻ്റെ അർത്ഥം ആത്യന്തികമായ ശ്രേയസ് എന്നാണ്. ഇപ്പോൾ സുഖം, മധ്യത്തിൽ സുഖം, കഴിയുമ്പോഴും സുഖം, ഒരിക്കലും തീരാത്ത സുഖം. അവിടെ മറ്റ് സുഖങ്ങളൊക്കെ തുടക്കത്തിൽ സുഖമായ പിന്നെ ഇല്ലാതാവുന്നതാണ്. വേറെ ചിലത് തുടക്കത്തിൽ സുഖമായിട്ട് പിന്നെ ദുഃഖമായിട്ട് മാറുന്നതാണ്. ആദ്യം മുതൽ അവസാനം വരെ സുഖമാകുന്നത് മനുഷ്യന് എന്താണ് എന്നാണ് ഏകാന്തത ശ്രേയസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു 11-ാമത്തെ. ബ്രൂഹിന ശ്രദ്ധദാനാനാം ഏനാത്മാ സംപ്രസീദതി. ആത്മാവിൻ്റെ യഥാർത്ഥ പ്രസാദമാണ് സംപ്രസീദം, അവസാനം വരേക്കും സുഖം നിൽക്കുന്നത്. അതാണ് ആദ്യത്തെ ചോദ്യം. 9-ലും 11-ലും കൂടി ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം 12-ാമത്തെ ശ്ലോകമാണ്. 2-ാമത്തെ ചോദ്യം, സൂതജാനാസി ഭദ്രന്തേ ഭഗവാൻ സാത്വതാംപതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ. ദേവകിയിലും വസുദേവരിലും ഭഗവാൻ അവതരിച്ചു കൃഷ്ണനായിട്ട് ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് കൃഷ്ണാവതാരത്തിൻ്റെ. ഇനി 3-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 17-ാമത്തെ ശ്ലോകമാണ്. അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം, തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിനശ്ചദാനാന നീലയാദരിത കലാ. ഭഗവാന്റെ കർമ്മങ്ങൾ, ജന്മകർമ്മങ്ങളെക്കുറിച്ച് കീർത്തിക്കണം എന്നാണ്. ജന്മകർമ്മജമേ ദിവ്യം ഏവൻ യോ വേത്തി വേണ്ടവ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ജന്മകർമാദികളെക്കുറിച്ച് ഏതൊരാൾ പ്രകീർത്തിക്കുന്നുവോ അവർക്ക് ഭക്തി ജ്ഞാനവും ഉണ്ടാവും. എന്താണ് ആ കർമ്മങ്ങൾ, അതൊന്നും അറിയണം എന്നുണ്ട്. ഇതാണ് 3-ാമത്തെ ചോദ്യം. തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂരിഭി. അറിവുള്ളവർ പോലും അതിനെ പ്രകീർത്തിക്കുന്നുവല്ലോ. ഈ 18-ാമത്തെ തൊട്ടടുത്ത ശ്ലോകമാണ് 4-ാമത്തെ ചോദ്യം. അതാഖ്യാഹി ഹരിമന്നവതാര കഥാശുഭാഹ ലീലാ വിദതത സ്വൈരം ഈശ്വരസ്യ ആത്മമായ. കൃഷ്ണാവതാരത്തെക്കുറിച്ചാണ് 2-ാമത് ചോദിച്ചത്. അതല്ലാത്ത അവതാരങ്ങളുണ്ടല്ലോ, മത്സ്യാവതാരം, കൂർമാവതാരം, നരസിംഹാവതാരം, വരാഹ. അപ്പം അതിനെക്കുറിച്ചും കൂടി ഒന്ന് സൂചിപ്പിച്ച് കേൾക്കണം എന്നുണ്ട്. ഇനി അവസാനത്തെ ശ്ലോകം, അവസാനത്തെ ചോദ്യമാണ് 5-ാമത്തെ, ഏറ്റവും അവസാനത്തെ ശ്ലോകം 23-ാമത്തെ. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ഠാമദനോപേദേ ധർമ്മക്കം ശരണംഗത. ശ്രീകൃഷ്ണൻ തൻ്റെ സ്വരൂപത്തെ ഇവിടുന്ന് ലീലകളെല്ലാം കഴിഞ്ഞ് ഉപസംഹരിച്ചതിന് ശേഷം ധർമ്മം ഏതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാണോ, അതോ എന്തെങ്കിലും ശ്രേയസ് ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് പിടിച്ചു കയറാൻ ബാക്കി വെച്ചിട്ടാണോ ഭഗവാൻ പോയത്? ആണെങ്കിൽ അതെന്താണെന്ന് ഞങ്ങൾക്കറിയണം. എങ്ങനെയെങ്കിലും ഒന്ന് കയറണല്ലോ സംസാരത്തിൽ നിന്ന്. അപ്പോൾ ആ ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ ഭഗവാനാണ് ധർമ്മം നോക്കിയിരുന്നത്, സംശയമില്ല. ഭഗവാൻ പോയപ്പോഴോ എന്താണ് ധർമ്മത്തിന് അടിസ്ഥാനം? ഇതാണ് 5 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. 9-ാമത്തെ ശ്ലോകത്തിൽ ആത്യന്തികമായ സുഖം അല്ലെങ്കിൽ ശ്രേയസ് ആത്മാവിൻ്റെ സുഖം എന്ത്? 12-ാമത്തെ ശ്ലോകത്തിൽ 2-ാമത്തെ ചോദ്യം, ദേവകിയിലും വസുദേവരിലും ഭഗവാൻ അവതരിച്ച്
കൃഷ്ണാവതാരം എന്നുള്ള ആ അവതാരത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെ? 17ാമത്തെ ശ്ലോകം 3ാമത്തെ ചോദ്യമാണ്. തസ്യ കർമാണ്യ ഉദാരിണി, കർമ്മങ്ങൾ എന്തൊക്കെയാണ്? 18ാമത്തെ ശ്ലോകത്തിലാണ് മറ്റങ്ങൾ എന്തൊക്കെയാണ്. അവസാനത്തെ ശ്ലോകത്തിൽ 23ാമത്തെയാണ് 5ാമത്തെ ചോദ്യം. ഭഗവാൻ തൻ്റെ സ്വസ്ഥാനത്ത് പോയിരിക്കുന്ന സമയത്തിങ്കൽ ഏതിനെ ആശ്രയിച്ച് ധർമ്മം നിൽക്കുന്നു? ഈ 5 ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭാഗവതം. 5 ചോദ്യം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു പുസ്തകം തന്നെയോ? അതേ, ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്. ദേശീയ ആത്മീയത്തിലൊക്കെ വളരെ കുറച്ച് ചോദ്യം ഉണ്ടാവുള്ളൂ, പക്ഷെ ഉത്തരവോ ഒരു ഗ്രന്ഥം, ഒരു സംഹിത തന്നെ ആവും. അല്ലെങ്കിലും ഇപ്പോൾ PSC ആണെങ്കിൽ എക്സാമിനേഷനാണെങ്കിൽ 4-5 പേജല്ലേ ചോദ്യം ഉണ്ടാവുള്ളൂ. ഉത്തരമാണെച്ചാലോ എഴുതിക്കൂട്ടി തുന്നിക്കൂട്ടി എഴുതിക്കൂട്ടി തുന്നിക്കൂട്ടി എത്രയോ ഉത്തരം ഉണ്ടാവും. ചോദ്യം എപ്പോഴും കുറവും ഉത്തരം കൂടുതലും തന്നെയാണ്, അതിന് അത്ഭുതമൊന്നുമില്ല. ഇപ്പം രണ്ടാമത്തെ അധ്യായത്തിൽ ഇതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് സൂതൻ. ആദ്യം ശുഗമഹർഷിയെ 2 ശ്ലോകം കൊണ്ട് നമസ്കരിക്കണം. യം പ്രബ്രജന്തം അനുവേദം അപേതകൃത്യം ദൈവായനോ വിരഹകാതര ആജുകാവ പുത്രേതി തന്മയതയാ തരവോപിനേതു തം സർവഭൂതഗതയം മുനിമാണതോസ്മി. ഈ 5 ചോദ്യത്തിനുള്ള ഉത്തരം ഭാഗവതത്തിനെ ആസ്പദപ്പെടുത്തിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം അതിന് പ്രധാനമായിട്ട് ഭാഗവത ആചാര്യൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. നമ്മുടെയൊക്കെ ഈ ഗുരുവിൻ്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ പ്രാധാന്യവും വളരെ അധികമാണ്. അപ്പം എങ്ങനത്തെ ശുഗമഹർഷിയാണ് നമസ്കരിച്ചത്? അച്ഛനായ വ്യാസനിൽ നിന്ന് ഭാഗവതം കേട്ട് എല്ലാ പ്രപഞ്ചബന്ധങ്ങളും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ആത്മാരാമനായിട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഏതൊരു വ്യാസനാണ് പുത്ര എന്ന് വിളികേക്ക് പോലും ചെയ്യാത്തത്? അതേപോലെ ഉപനയനാദി ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങൾ ചെയ്യാതെയും ഉള്ളത്. അങ്ങനെയുള്ള ശുഗമഹർഷിയാണ് നമസ്കരിക്കുന്നത്. ഭാഗവതത്തിനുള്ള അർഹത എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൻ്റേതല്ല, ഉപനയനം മുതലായിട്ടതുള്ള വർണ്ണത്തിൻ്റെ അല്ല, ആശ്രമത്തിൻ്റെയും അല്ല, ഇതിനൊക്കെ അതീതമാണ് ഭാഗവതം. എല്ലാ കർമ്മങ്ങൾക്കും അതീതമാണ്. കർമ്മത്തെ ഉപേക്ഷിച്ചവർക്കാണ് ഭാഗവതത്തിനുള്ള അധികാരം എന്നുകൂടി ഇവിടെ കാണിച്ചിരിക്കുന്നു. അതുപോലെ യസ്വാനുഭാവം അടുത്ത ശ്ലോകം അഖിലശ്രുതിതാരമേകമത്യാത്മദീപമതി തിദീർഷതാന്തമൂന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനോപയാമി ഗുരുമുനീനാം. ഇവിടെ പറഞ്ഞു വളരെയേറെ മഹത്വമുള്ളതും വേദത്തിൻ്റെ എല്ലാം സാരമായിട്ടുള്ളതും എല്ലാ അന്ധകാരത്തെയും നശിപ്പിക്കുന്നതും ആയ അധ്യാത്മദീപം ആയ ഭാഗവതം സംസാരികളായിട്ടുള്ള ആളുകൾക്ക് ഏതൊരു വ്യാസപുത്രൻ പറഞ്ഞു കൊടുത്തുവോ ആ ശുഗമഹർഷിയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്? ആത്മസുഖത്തിനുള്ള മാർഗം എന്താണ് എന്നാണ് ചോദ്യം. പിന്നെ നമസ്കരിക്കുന്നതുകൊണ്ട് നാരായണന്മാരെ, സരസ്വതി ദേവിയെ, വ്യാസനെ ഒക്കെ നമസ്കരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത്തരം ശാസ്ത്രങ്ങൾ പൊതുവേ പറയുക. മഹാഭാരതത്തിലത്തെ 18 പർവ്വത്തിൽ ഈ ശ്ലോകമുണ്ട്. നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തതോജയമുദീരേ. നരനാരായണന്മാരെയും സരസ്വതി ദേവിയെയും വ്യാസനെയും നമസ്കരിച്ചിട്ട് വേണം സംസാരജയത്തെ പ്രതിപാദിക്കുന്ന ഈ ശാസ്ത്രം പറയാനായിക്കൊണ്ട്. അപ്പം ആദ്യം തന്നെ ഈ ചോദ്യത്തെ ഒന്ന് അംഗീകരിച്ചു. അതിനുശേഷം പറയുകയാണ് ഭക്തിയാണ്. അത് 6ാമത്തെ ശ്ലോകത്തിലാണ് അഹേതുക്യപതിഗതാ ഭക്തി. ഒരിക്കലും തടസ്സമില്ലാത്തതും ഉദ്ദേശത്തോടു കൂടി അല്ലാത്തതുമായ ഭക്തിയാണ് മനുഷ്യൻ്റെ ആത്യന്തിക ശ്രേയസ്സിന്, ആത്മശ്രേയസ്സിന് കാരണമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഭക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിപ്പോൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നുള്ളത് കൊണ്ടും വിസ്താര ഭയത്താലും പറയുന്നില്ല. മറ്റൊരവസരത്തിൽ ആ ഭക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായിട്ട് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഭക്തിയാണ് അതിനുള്ള മാർഗം എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത് പറയുന്നത് ശ്രീകൃഷ്ണ കഥകളുടെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിച്ചതെങ്കിലും 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയണത്. കർമ്മങ്ങൾ എന്തൊക്കെയാണ്? സത്തൻ രജത്തമ ഇതി പ്രകൃതിർ ഗുണാത്തേർ യുക്ത പരപുരുഷ ഏകൈകാത്തദത്ത. 23ാമത്തെ ശ്ലോകം. സാത്വികൻ, രാജസൻ, താമസം എന്നീ ഗുണങ്ങളെ ആശ്രയിച്ച്
ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി ഭഗവാൻ 3 രൂപത്തെ എടുത്ത് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നടത്തുന്നു. ഇതാണ് ഭഗവാന്റെ കർമ്മങ്ങൾ. പ്രപഞ്ചത്തിലത്തെ എല്ലാ കർമ്മങ്ങളും നോക്കിയാൽ ഈ 3 ഉദ്ദേശം ഉണ്ടാവും. മനുഷ്യന്മാരുടെയൊക്കെ കർമ്മങ്ങൾ. ജോലി ചെയ്യുന്നു, എന്തിന്? ശമ്പളം വാങ്ങാൻ. ശമ്പളം എന്തിനു വാങ്ങുന്നു? ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ശരീരത്തെ നിലനിർത്താൻ. അപ്പം നിലനിർത്തുക എന്ന വിഷ്ണു പരമായ കർമ്മം, സാത്വിക കർമ്മം നമ്മൾ ജോലി ചെയ്യുന്നു. ചിലപ്പോൾ പുല്ല് വെട്ടുന്നു, മരങ്ങൾ വെട്ടിക്കളയുന്നു, കൊതുവിനെ നശിപ്പിക്കുന്നു, എലിയെ നശിപ്പിക്കുന്നു. ഈ നശീകരണം എന്തിനാണ്? നമുക്ക് നിലനിൽക്കാനായിക്കൊണ്ട്. അപ്പോൾ അവിടെ സംഹാരമാണ് കാണുന്നത്. ഈ സൃഷ്ടിയുണ്ട്. വീടുണ്ടാക്കുന്നു, കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നു, അടുത്ത ജന്മത്തിന് നമ്മൾ തലമുറയ്ക്ക് ജന്മം നൽകുന്നു. ഇതൊക്കെ നമ്മൾ സൃഷ്ടിക്കലാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. അതിൻ്റെ നാഥന്മാരായിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പിച്ചതാണ് ഭഗവാന്റെ കർമ്മങ്ങൾ. ഇനി അടുത്ത ചോദ്യം, ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാണ്? അത് വേറൊരു അധ്യായത്തിൽ വിസ്തരിച്ചിട്ട് പറയണം. 3-ാമത്തെ അധ്യായത്തിൽ 22 അവതാരത്തെക്കുറിച്ച് പറയണം. ദശാവതാരം എന്ന സങ്കല്പം മറ്റു പുരാണങ്ങളിലുണ്ട്. ഭാഗവതത്തിൽ അങ്ങനെ ഒരു സങ്കല്പമില്ല. ഇവിടെ മത്സ്യാവതാരം, കൂർമാവതാരം, പരശുരാമവതാരം ഇങ്ങനെ തുടങ്ങി 22 അവതാരങ്ങളെ സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടാണ് കൃഷ്ണാവതാരത്തിൻ്റെ പ്രാധാന്യം 12-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പിന്നെയാണ് പറയണം. എന്താ അങ്ങനെ പറയാൻ വെച്ചാൽ, ഈ അവതാരങ്ങളിലും വെച്ച് കൃഷ്ണാവതാരത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് പറയാനാണ് അതിൽ പിന്നേക്ക് വെച്ചത്. എല്ലാ അവതാരങ്ങളും അംശാവതാരങ്ങളോ അംശാംശാവതാരങ്ങളോ ആയിരിക്കെ കൃഷ്ണൻ്റെ പൂർണ്ണ അവതാരമാണ്. അതാണ് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. ദേവകിയിലും വസുദേവരിലും അവതരിച്ച് കൃഷ്ണാവതാരം ഉണ്ടായി. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഉത്തരമാണ് ഏതേജ് അംശകല പുംസാ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം വിടയന്തിയുകേ 28-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പൂർണ്ണ പുണ്യാവതാരം എന്ന് നാരായണീയത്തിലും പറഞ്ഞിരിക്കുന്നു. പൂർണ്ണാവതാരമാണ്, മറ്റതൊന്നും പൂർണ്ണാവതാരമല്ല. അതാണ് കൃഷ്ണാവതാരത്തിൻ്റെ പ്രാധാന്യം. 90 അധ്യായത്തിലാണ് ദശമസ്കന്ധത്തിൽ അത് വിവരിച്ചിട്ടുള്ളത്. ഇനി അവസാനത്തെ ശ്ലോകമാണ്. തൻ്റെ സ്വസ്ഥാനത്തേക്ക് പോയതിന് ശേഷം ധർമ്മം ഏതിനെ ആശ്രയിച്ചിരിക്കണു? 23-ാമത്തെ 45-ാമത്തെ ശ്ലോകം. അപ്പം ഈ ലോകത്തിൽ ധർമ്മം ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. അത് ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം ആണ് ഇപ്പോൾ ധർമ്മത്തിന് അടിസ്ഥാനം. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ജകാര ഭഗവാൻ ഋഷി. 40-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ അവതാരങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അവതാരങ്ങളെക്കുറിച്ച് വിസ്തരിച്ചിട്ട് എവിടുന്ന് കിട്ടും? ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. റഫറൻസ് പറഞ്ഞിരിക്കുകയാണ്. ഇതെവിടെ കിട്ടും? ഭാഗവതത്തിൽ നിന്ന് കിട്ടും. ആ ഭാഗവതമാണ് ഭഗവാൻ തൻ്റെ സ്വസ്ഥാനത്തേക്ക് പോയതിന് ശേഷം ഇവിടെ ധർമ്മത്തിനടിസ്ഥാനം. അപ്പോൾ ഇപ്പം എന്തിന് ആശ്രയിച്ചാണ് ധർമ്മം നിലനിൽക്കുന്നത്? കലവു നഷ്ടദൃശാമേഷ പുരാണാർക്കോ അധുനോദിത തത്ര കീർത്തയതോ വിപ്രഷേർ ഭൂരിദേശ. 44-ാമത്തെ ശ്ലോകം. കണ്ണും ചെകിടും നഷ്ടപ്പെട്ട് ഓടുകയാണ് മനുഷ്യൻ. ധനം സമ്പാദിക്കാനും പ്രാപഞ്ചിക കാര്യങ്ങൾക്ക് കണ്ണും ചെവിയും നഷ്ടപ്പെടുമ്പോൾ കലോ നഷ്ടദൃശ കണ്ണനെ പറഞ്ഞുള്ളൂ. ചെവി നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലർക്ക്, അല്ലേ? കണ്ണും ചെവിയും നഷ്ടപ്പെട്ട് പ്രപഞ്ചകാര്യങ്ങൾക്കായി ഓടുന്ന മനുഷ്യന് ധർമ്മബോധം ഉണ്ടാക്കാൻ ഏക ആശ്രയം ഇപ്പോൾ ശ്രീമദ് ഭാഗവതമാണ്. അത് ഇവിടെ ധർമ്മത്തെ പരിപാലിക്കുന്നു. ആ ഭാഗവതം ഉണ്ടാവുകൊണ്ടാണ് ഇത്രയെങ്കിലും ധർമ്മം ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ധാരാളം അധർമ്മം കാണുന്നുണ്ടല്ലോ. കൊലപാതകങ്ങൾ കാണുന്നു, മോഷണം കാണുന്നു, സ്ത്രീ അക്രമങ്ങൾ കാണുന്നു. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ധർമ്മം ഉണ്ടെന്ന് ഇവിടെ പറയുക? ധർമ്മം ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൽ കുറച്ച് കലിയുടെ ആ ഒരു വികൃതി കാണിക്കാതിരിക്കാൻ വയ്യ. കാരണം കലിക്ക് എന്താണ് ഭഗവാൻ കൊടുത്ത ധർമ്മം? ധർമ്മമില്ലാണ്ടേക്കുക. ധർമ്മമില്ലാണ്ടേക്കലാണ് കലിയുടെ ധർമ്മം. അപ്പം ഭഗവാൻ കൊടുത്തത് അതുകൊണ്ട് അത് കുറച്ച് കാട്ടിക്കൂട്ടാണ്ടിരിക്കാൻ പറ്റുമോ? എങ്കിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ ഭാരതത്തിലാണ് ഇപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിനുള്ള പാവനതയും അച്ഛനും മക്കളും ബന്ധത്തിനുള്ള പാവനതയും
കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ, സ്ത്രീ അതിക്രമത്തിനുള്ള നിയമങ്ങൾ ഒക്കെ ഉള്ളത്. അച്ഛനമ്മമാർ മക്കൾക്ക് എഴുതി വെച്ച സ്വത്ത് തിരിച്ചു വാങ്ങാനുള്ള നിയമം ഇവിടെ ഉണ്ടാക്കിയിരിക്കണു. നോക്കിയില്ലെങ്കിൽ അപ്പം അച്ഛനമ്മമാരെ നോക്കണം. കുറേയധികമൊക്കെ ധർമ്മങ്ങൾ ഒരു കാൽഭാഗമെങ്കിലും നിലനിൽക്കുന്നത് ഈ ഭാഗവതം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ധർമ്മം രക്ഷിക്കുന്നത് ഭാഗവതം തന്നെയാണ്. എല്ലാ പുരാണങ്ങളിലും വെച്ച് ഇപ്പോൾ അധികം നടക്കുന്ന യജ്ഞം ഏതാണ്? ശ്രീമദ് ഭാഗവത യജ്ഞമാണ്, സംശയമൊന്നുമില്ല. ശിവപുരാണമാവട്ടെ, വാൽമീകി രാമായണമാവട്ടെ, ദേവീഭാഗവതമാവട്ടെ, എല്ലാം നല്ലതാണ് കേട്ടോ. പക്ഷേ അധികവും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? സംശയം വേണ്ട, ശ്രീമദ് ഭാഗവതമാണ്. അപ്പോൾ അത് ഒരുവിധമൊക്കെ ധർമ്മവും ഭക്തിയും ലോകത്ത് സ്ഥാപിച്ച് അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് ഭക്തി എന്താണ്, അവതാരങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ മറ്റൊരു ഭാഗത്തിൽ ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.